ഇതിനിവിടെ ഓക്കെ. അതാ കേക്കടാ. അതെ, എല്ലാം നിർത്തിയെന്ന് എൻ്റെ തലത്തോട്ടല്ലേ സത്യം ചെയ്തത്? എൻ്റെ റോസി നിനക്കറിയാലോ, കോയിക്കൽ സാറ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ആളെ കൊല്ലാനൊന്നുമല്ലല്ലോ, 2 പിള്ളേരെ പിടിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അല്ലേ അല്ലേ? അരവിന്ദൻ മരിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടേനെ. കോയിക്കലേതായാലും പോലീസിനോട് ഈ കാര്യമൊന്നും പറയില്ല. പകരം ഏതെങ്കിലും മച്ചാനെ വിടാനാണ് സാധ്യത. ആൻഡോ, ആ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പണിക്ക് പോയിക്കൊള്ളാം. മനസ്സിലായല്ലോ? വേണ്ട, കരയണ്ട 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 കേട്ടോ. അമ്മയുടെ മോനല്ലേടി. കഴിഞ്ഞ 3 വർഷത്തെ നിങ്ങളുടെ പാർട്ടി നടത്തിയ വികസന അജണ്ടയെ പരാമർശിച്ച് കോയിക്കൽ നടത്തിയ വിവാദ പ്രസ്താവനയെ പറ്റി എതിർ സ്ഥാനാർത്ഥി കൂടിയായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കോയിക്കൽ ചന്ദ്രശേഖരൻ MP ആയിരുന്ന കാലത്ത് കാട്ടിക്കൂട്ടിയതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലെ റിസൾട്ട്. ഈ ബൈ ഇലക്ഷനിലും ഞങ്ങൾ വിജയം ആവർത്തിക്കും. ജനങ്ങളും മണ്ടന്മാരൊന്നല്ലല്ലോ. കഴിഞ്ഞ 3 കൊല്ലക്കാലം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് അവർക്കറിയാം. അവരോടൊന്ന് ചോദിച്ചു നോക്കിയേ. എന്നെ വന്നിരുന്നോ? ഇല്ല, എന്ത് പറ്റി? ഒന്നുമില്ല. എനിക്ക് ആ സിദ്ദിഖിന്റെ നമ്പർ ഒന്ന് അയച്ചു തരുമോ? ഏത് സിദ്ദിഖ്? ഈച്ച സിദ്ദിഖ്. എന്താ കാര്യം? വീട്ടിലൊരാവശ്യത്തിനാ. അവരെത്തിയല്ലോ അല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. 2 ദിവസം കൂടെ പിടിക്കും. നോർത്ത് ഇന്ത്യക്കല്ലേ പോയിക്കണേ. ഓ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? ഇപ്പൊ നടക്കാനൊന്നും പറ്റില്ലെന്നേ. ആദ്യമൊക്കെ ഭയങ്കര ബോറായിരുന്നു. ഇപ്പൊ ഏകദേശം സെറ്റായി. പിന്നെ ആകെയുള്ള സീൻസ്. അവരെത്തിയ ഉടനെ നീ അങ്ങ് ഇറങ്ങുമല്ലോ അല്ലേ? ഇറങ്ങും. ടീച്ചറുടെ നമ്പർ ഒന്ന്. അതെ, അയച്ചേക്കാം. ഓക്കെ. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഉമ്മാരുമായിട്ട് യാതൊരു ഡീലിങ്സിനും നമ്മൾ പോകാറില്ല. ഈ ചാൻ അറിയാമല്ലോ പാർട്ടി കാര്യങ്ങൾ. ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ. പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാർ എങ്ങോട്ട് പോകുന്നോ എവിടെ താമസിക്കുന്നതെന്നോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. അതിൻ്റെ കൂടെ ചേർത്താണല്ലോ ക്യാഷ് കൊടുക്കുന്നത്. അപ്പം നിസാമിന് സുധിയെ നേരിട്ട് പരിചയമൊന്നുമില്ല? ഇല്ല. മറഡോണനെയോ? പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, പക്ഷെ അടുപ്പൊന്നുമില്ല. നിസാമിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് കരുതിയിട്ട് വന്നൊന്നുമല്ല. എന്തായാലും അവന്മാർ ഒളിവിലാണല്ലോ, ഇനി ഒളിവിൽ തന്നെ ആയിരിക്കും. മാർട്ടിനായിട്ട് എന്താ ഇടപാട്? അതാ വക്കീലിൻ്റെ കേസിലെ പയ്യന്മാരെ പറ്റി അറിയാനാ. വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇല്ല ചേട്ടാ, ഞാൻ അങ്ങനെ ഡീൽ ചെയ്തേക്കുന്നത്. അവന്മാർ വേറെ എന്തൊക്കെയോ തരികൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ സേവ് ചെയ്യാനൊന്നും പോണ്ട, ഒന്ന് വിട്ടുപിടിച്ചോ. അതത്രേ ഉള്ളൂ. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സാറിൻ്റെ അടുത്ത് നിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സാർ ഹാപ്പിയാണ്. ഈ പ്രശ്നം ഇവിടെ വെച്ച് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. മനസ്സിലായല്ലോ? മുത്തേ അറിയില്ലെന്ന് മാത്രം പറയല്ലേ, എന്റെ തല പൊട്ടുവാ. നീ കാര്യം പറഞ്ഞേ. പായിപ്പാട്ടയോടി വെള്ളമായൊരിൻ മോഹക്കായൽ മോടി വെള്ളമാണു നീ, മാപ്പു നീ തരൂ തരൂ. ഇതിന്റെ ഫസ്റ്റ് ലൈൻ എന്തുവാടി? എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. നീ ഒന്ന് മൂളിയാലും മതി. എടി, നീ ഒന്ന് വെച്ചിട്ട് പോയേ. ഡ്യൂട്ടിക്കിടയിൽ അവളുടെ ഒരു മാപ്പും കോപ്പും. ഓ ഡ്യൂട്ടി അല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ തന്നെ വെച്ചിട്ട് പോടി. ശേ, ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ 1000 തളിർത്തുമ്പികൾ. ഹലോ, ഇതാരാ? മലയാളിയെന്ന് മനസ്സിലായി. ഹലോ, ആണാണെന്ന് എനിക്കറിയാം. ഇനിയാണല്ലേ?
ഹലോ, പോയോ? ഇക്കാലത്ത് അതും ബാംഗ്ലൂരിൽ ഇതൊരു ക്ലൂ അല്ല. ഇതെന്താ, ഊമയാണോ? അശ്ശോ, സമയായി, ഞാൻ പോവാണേ. എന്നാ ഓക്കെ, ബൈ. வெயிட் உங்கள்கிட்ட யார் போக வேணான்னு சொன்னா? சொல்லிட்டு போன்னு தானே சொன்னேன். ஒரு மெசேஜ் அனுப்புறதுக்கு எவ்வளோ நேரம் தான் ஆகுது? சரி, சீக்கிரமா வா. சிகரெட் இருக்கா? ஐ ஹேட் ஸ்மோக்கிங். ஓ, ஹூ ஆர் யூ? நான் நாதியாவோட கசின் பிரதர். நான் தமிழ் பேசுகிறேன்னு உங்களுக்கு எப்படி தெரியும்? ரொம்ப மெதுவாக தான் நான் பேசுகிறேன். அம்மா நிறைய சீரியல் பார்ப்பாங்கல்ல, எனக்கு தமிழ் படம் தான் ரொம்ப பிடிக்கும். நான் தலைவர் ஃபேன். ஓ, நானும் தான். பை த வே, ஐ எம் நரேஷ். மரடோனா. ஆமாம், எங்கே தியாலாம் காணோம்? 2-3 டேஸா? அவங்க டூர் போயிருக்காங்க. 2 டேஸில் வந்துடும். நீங்கள் போகலையா? இல்லை, ஒரு சின்ன ஆக்சிடெண்ட். என்னாச்சு? ஒரு ஆக்சிடெண்ட், அவ்வளோதான். ஆ, லவரா? ஆமாம். ஓகே, என்ஜாய். குட் நைட். ஓகே, குட் நைட். പിടിച്ചോ. മിസ്റ്റർ വിസിൽമാൻ. അതെ മാഷേ, ഇതിങ്ങനെ പോയി ചളിയായിരിക്കും തോന്നണല്ലേ? എന്നാ ഞാൻ പോവാ. അയ്യോ ആശേ, പോവല്ലേ, പിണങ്ങല്ലേ. എന്താ സംസാരിക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിന്ന് പോയതാ. ആശ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലെ ചിട്ടികളോ പൈസ ഒക്കെ അയച്ചു കൊടുത്തോ? ജോളി ഇപ്പൊ കൃത്യസമയത്ത് റൂമിൽ എത്തുന്നുണ്ടോ അതോ ഇപ്പോഴും സജിനുമായിട്ട് കറക്കത്തിലാണോ? നെറ്റ് കയറുന്ന 2 ദിവസമായില്ലേ, റീചാർജ് ചെയ്യണില്ലേ? അയ്യോ മതി 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 മതി. സത്യം പറ, താൻ ആരാ? ഈ ഫോണൊക്കെ ചോർത്തുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനാണോ? നിന്റെ ഈ ബാൽക്കണിയിൽ നിന്നുള്ള ഫോൺ വിളി കാരണം കൊണ്ട് താഴത്തെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു വാർത്തയുണ്ട്. അതെ, അകത്ത് റേഞ്ച് ഇല്ലെന്നേ, അതാ. അല്ല, എന്നതാ പേര്? മറഡോണ. നാട്ടിലെവിടെ സ്ഥലം? തൃശ്ശൂരാണ്. ഓ, എന്നതാ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാട്ടിലൊരുത്തന്നെ അടിച്ച് പപ്പോടാക്കിയിട്ട് ഒളിച്ചു താമസിക്കാൻ വന്നാണ് ഇവിടെ. ശരിക്കും എന്നതാ പരിപാടി? നാട്ടിൽ വണ്ടി കച്ചവടമാണ്. ഇതെൻ്റെ ഇത്താത്തര വീടാ. ഇവിടെ ബാംഗ്ലൂർ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതാ. ഇവിടെ വെച്ച് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അയ്യോ, എന്നിട്ടൊന്നും പറ്റിയോ? ഏയ്, അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അല്ല, ഹോം നേഴ്സ് ആണല്ലേ? രാവിലെ 7 മണിക്ക് വരുന്നു, വൈകിട്ട് 5 മണിക്ക് പോകുന്നു അല്ലേ? ഞാൻ 8 പഠിക്കുമ്പോ എനിക്കൊരാൾ ഇഷ്ടമായിരുന്നു. അയാളുടെ പേര് എന്നാന്നറിയോ?
ഇല്ല. എന്തേ? അല്ല, എന്നെ പറ്റി ഇനി അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കിയതാ. അത് കൊള്ളാം. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. അയ്യോ ആശ പോവാണോ? പോയിട്ട് വരാം. ഓക്കെ ബൈ. ബൈ. പെട്രോളിന്റെ സഖാവേ, ഒരു ജിപ്സി എടുക്കാൻ. മുതലാളി എവിടെയാണ്? നാം ഒരു തീർത്ഥാടനത്തിലാണ്. പറയൂ വത്സ. വത്സൻ നിന്റെ അച്ഛൻ. താങ്കൾ കർണാടകയിലാന്ന് ഈച്ച പറഞ്ഞു. എവിടെയാണാവോ? അതെ, ഞാൻ കർണാടകയിലാണ്. നിസാമുക്കയുടെ പെങ്ങളുടെ വീട്ടില്. അതിനിടയ്ക്ക് കാലം തൊടിഞ്ഞായിരുന്നേ. പ്ലാസ്റ്റർ ട്രിപ്പാണ്. നന്നായി. എൻ്റെ അടുത്ത് ഓടിക്കോളാൻ പറഞ്ഞിട്ട് മുതലാളി നല്ല ബേഷായിട്ട് മേടിച്ചല്ലേ? ഞാനും നല്ല പടം കൊടുത്തിട്ടുണ്ട്. അവൻ ചാവാണ്ട് രക്ഷപ്പെട്ടത് ഭാഗ്യം. ഈച്ചനെ കൂടെ നാട്ടിൽ അന്വേഷിപ്പിച്ചിരുന്നു. ആ, ഈച്ച പറഞ്ഞു. എൻ്റെ ഇപ്പൊ എവിടെയാണ്? കളിയിക്കാവിള. കളിയക്കാവിള. ആ, ഇനി എന്താണ് പരിപാടി? കന്യാകുമാരിയിൽ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ. ചിലപ്പോൾ നന്നായാലോ? ആ, നല്ലതാ. KK ലോഡ്ജ് എന്നല്ലേ ആ ധ്യാന കേന്ദ്രത്തിന്റെ പേര്? നോക്കിക്കോ. എടാ, പിന്നെ എനിക്കിവിടെ ഒരു ധ്യാനം കൂടാനുള്ള സെറ്റപ്പ് ഒക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. വേണമെങ്കിൽ ഞാനും വരാട്ടോ. ഓ വേണ്ട, മീനവിലൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം. എടാ, നിസാമൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ കോഴിക്കോട്ടത്തെ വക്കീൽ കേസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു പിടിയില്ല. ഏതായാലും ഇലക്ഷൻ തീരുന്നവരെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നതാണ് നല്ലത്. നീ എന്നെ ഇടയ്ക്കൊന്ന് വിളിക്കേ? ഓക്കെ മുതലാളി, വേറൊന്നുമില്ലല്ലോ. എന്നാ വിളിക്കടാ. ഓക്കെ. ഈ സുധി എന്ന് പറയണവൻ റണ്ണിങ്ങിലാണ്. അവൻ്റെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ പെരിന്തൽമണ്ണ, എടപ്പള്ളി, കളയക്കാവിള ഇവിടെ നിന്നുള്ള ATM-ൽ നിന്നാണ് അവൻ പൈസ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് അവൻ നാഗർകോവിൽ, കന്യാകുമാരി ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടാവുക. അരവിന്ദിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മറ്റവന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. മൂവ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഒന്നുകിൽ മറഡോണ സുധിയോടൊപ്പം കാണും, അല്ലെങ്കിൽ അവൻ എവിടെയോ സെറ്റിലായിട്ടുണ്ട്. ഞാനെന്തായാലും കന്യാകുമാരി ഭാഗത്തേക്കൊന്ന് പോകുന്നുണ്ട്. മാർട്ടിൻ, ഇലക്ഷന്റെ പ്രഷർ കയറുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അറിയാം. എനിക്ക് ഒന്നുകൂടി മൈസൂർ വരെ പോകേണ്ടി വരും. അവിടെ ജയന് സാവിത്രി മാത്രമേ ഉള്ളൂ. മാർട്ടിൻ വിളിച്ചാൽ മതി. ആ നിസാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു? അവൻ പക്കാ പാർട്ടിക്കാരനാ. നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. സംശയിക്കേണ്ടതായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിസാമിൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ മറഡോണ അവൻ്റെ അന്ത ബന്ധമെന്നല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഒരു ബന്ധു, അത്രേ ഉള്ളൂ. പിന്നെ അവൻ്റെ പെങ്ങളൊരുത്തനോട് ഒളിച്ചോടി പോയിട്ട് ഒരു കൂട്ടുകാരൻ്റെ കൂടെ, ഹിന്ദു ചെക്കൻ. അതിൽ പിന്നെ അവളെ വീട്ടിൽ കയറ്റിയിട്ടില്ല, അവർ വന്നിട്ടുമില്ല. അവർ ബാംഗ്ലൂരാ. കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു ലൂപ്പോൾസും വേണ്ട. അവിടെ എന്താ പറ. ഓക്കെ, ഡൺ. സെക്യൂരിറ്റി 10B തന്നെയല്ലേ പറഞ്ഞു? ആ, ആൻസർ പറയടാ.
ഇവിടെ ആരും ഇല്ലടാ, കുറച്ച് ദിവസമായി ഫ്ലാറ്റൊക്കെ പൂട്ടിക്കിടക്കുക. ആ ഓക്കേടാ. ആൻറ്റി അവർക്ക് എതും ആകാതെ അഴാതെ ആൻറ്റി, ഹിൽ ബി ഓൾ റൈറ്റ്. എനിക്ക് പയ്യനെ പാക്കണം. ഡാ, നീ ഫ്ലാറ്റൊക്കെ തുറന്നിട്ടിട്ട് എവിടേക്കാ പോയേ? ഞാൻ ടെറസിലായിരുന്നു. എന്തുപറ്റി? നമ്മുടെ നരേഷിനെ ആരൊക്കെ ചേർന്ന് തല്ലി. ആര്? ഞാൻ പറയാം. ശ്രീയും നരേഷിന്റെ അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. എന്തുപറ്റി? എന്താ കാര്യം? എന്താ? പയ്യനെ പാക്കണം. ഞാൻ കൂട്ടിയിട്ട് പോരാ ആൻറ്റി, ഡോണ്ട് വറി. അഴാതെ ആൻറ്റി, അഴാതെ. ഡാ, നീ കുഞ്ഞിനെ നോക്കൂ. ആൻറ്റി കാം ഡൗൺ ആൻറ്റി, അഴാതെ ആൻറ്റി. എനിക്ക് ഭയമാർക്കുന്നതിയാ. നാങ്ക இருக்கோம்ல, ഡോണ്ട് വറി ആൻറ്റി. നരേഷിന്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവളുടെ വീട്ടുകാർ തന്നെയാ അവനെ തല്ലിച്ചത്. Why don't we kidnap her, man? Okay, sorry. My bad. All right. Dude, how's your leg, man? Okay, it's better. Hey, Maradona, come in. Hey, இல்ல உள்ள வாங்க. Okay, take care, man. Okay, மச்சான். Okay, man. Okay. Okay. ബൈ മച്ചാ. Bye. ബൈ. Bye. What? Oh. வாங்க உட்காருங்க. Hey, நான் எடுத்துக்கிறேன். அதெல்லாம் பரவாயில்ல. Okay. அம்மா, காஃபி. ஐயோ, காஃபி எல்லாம் வேணாம். ஏன் சிகரெட் மட்டும் தான் பிடிப்பீங்களா? ஆமாம், போலீஸில் கம்ப்ளைண்ட் பண்ணியாச்சா? இல்லை. ஏண்ணா திருப்பி அடிக்க போகிறீங்களா? தைரியம் இல்லையா? அதெல்லாம் இருக்குது. பட் அடிக்க வந்ததில் ஒரு ஆள் அவளோட கசின். நாளைக்கு நான் மச்சான்னு கூப்பிட வேண்டியது. அப்புறம் அம்மா தெரியும்ல, தியாவோட கசின். அடிக்கிறது மட்டும் பவர் இல்லைங்க, ஃப்யூச்சர் நினச்சி வர எமோஷனை கண்ட்ரோல் பண்ணுறதும் பவர் தான். இன்ஃபேக்ட் அதுக்கு தான் பவர் ஜாஸ்தி வேணும். அதுக்காக என்ன காந்தியெல்லாம் நினச்சிக்காதீங்க. எனக்கும் ஆக்ஷன் மூவிஸ் ரொம்ப பிடிக்கும். தலைவர் ஃபேன். எனக்கும் பிடிக்கும் ஆக்ஷன் மூவிஸ். ஆமாம், உங்கள் கேர்ள் ஃப்ரெண்டுக்கு உங்கள் கிட்டார் இல்லாமல் தூக்கம் வருமா? அதான் நானும் கேட்டேன். ஒரு மாதம் நிம்மதியாக பேசலான்னு சொல்கிறா. சூப்பர். ஓகே நரேஷ், பை. ഇവനൊക്കെ ഇങ്ങനെ രാത്രി മനസ്സമാധാനം ഉറങ്ങാൻ പറ്റുന്നേ അല്ലേ? ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവർക്കൊരു നല്ല ഫ്രണ്ട് പോലും കാണില്ലേ? അവർക്കിതൊരു തൊഴിൽ, അത്രേ ഉള്ളൂ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണി. പിന്നെ അതിലൊരു ആണത്വവും ശക്തിപ്രകടനമൊക്കെ ഇല്ലേ, അതുകൊണ്ടായിരിക്കും. ഒട്ടും റെഡിയല്ലാത്തൊരു എതിരാളി അടിക്കുന്നതിൽ എന്താണത്തോടെ ഉള്ളത്? പിന്നെന്താ പറഞ്ഞേ? ശക്തി പ്രകടനം. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിന് ഗുസ്തിക്ക് ഉൾപ്പെടെ മെഡലും ഉണ്ടെന്ന് ഞങ്ങൾ പെണ്ണുങ്ങളാണ്. മിണ്ടിപ്പോരും കേട്ടല്ലോ. ഡാ, ഇവിടെ മാന്യെ കാശുണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആ ചേച്ചിയെ കണ്ടില്ലേ? കൂലിപ്പണിയാ, പക്ഷെ മെനക്കെടണം. ചുമ്മാ ഓരോന്നങ്ങ് പറഞ്ഞോളൂ. നമ്മൾ ജയിക്കില്ലേ മാർട്ടിൻ? ജയിക്കണം. 1 2 അല്ല, ഇലക്ഷൻ ടൈമിൽ ഇറക്കാൻ വെച്ചിരുന്ന 20 കോടി അവനെ ഏൽപ്പിച്ചിരുന്നത്. എല്ലാം പോയി. എപ്പോൾ വേണമെങ്കിലും ഓർമ്മ തിരിച്ചു വരാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര നാള് വേസ്റ്റ്? ഈ ഇലക്ഷനിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പയ്യനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവനൊന്നും പറയുന്നൊന്നുമില്ല.
എപ്പോഴാ എനിക്ക് മറ്റവനെ ഒന്ന് കാണാൻ പറ്റുക? സുധി, ഞാൻ നിങ്ങളെ അന്വേഷിച്ചിറങ്ങുമ്പോൾ വീണ്ടും എന്തിനീ പണിക്ക് പോകണമെന്നാണ് വൈഫ് ചോദിച്ചത്. ആളെ കൊല്ലാനൊന്നുമല്ല, 2 പിള്ളേരെ പിടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. കൊല്ലുന്നതൊക്കെ ഞാൻ മതിയാക്കിയതാ. കോയിക്കൽ സാറ് നല്ല ടെൻഷനില്ല. നിന്നെ പൊക്കിയ കൂടെ അവനും കാണും, എളുപ്പത്തിൽ പണിയും തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ എന്തായാലും ഒന്ന് വിട്ടു പറയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ നല്ല ഫ്രസ്ട്രേഷനിലാണ്. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ നല്ല ഫ്രസ്ട്രേഷൻ. ഒന്ന് തോറ്റുപോയ പോലൊരു ഫീൽ. വിൻറ്റേജ് മോഡലല്ലേ, ഒന്ന് കഥയ്ക്കും. Saturn, the solar system's second largest planet. Its signature rings are wide enough to fit between Earth. വാട്സാപ്പിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഉറവിടം കേരളം തന്നെയാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനമാണോ എന്നൊന്നും അറിയാതെ വഴിമുട്ടി നിൽക്കുകയാണ് അന്വേഷണ സംഘം. അതിക്രൂരമായ ഈ കൊലപാതക ദൃശ്യം സൈബർ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സുധീര കോളോല് വന്നു ഇല്ലക്കാ വിളിച്ചിട്ട് ഒരു പടീസേ എന്താ നീ അവന്റെ വീട് വരെ പോയിട്ട് അവിടുത്തെ സീൻ എന്താ നോക്ക്. ഓക്കേക്കാ ഇക്ക എന്തെങ്കിലും പ്രശ്നട്ടാ പോയി നോക്കണമേ എന്നിട്ട് വിളിക്കും. ശരിക്കാ. ആശ പ്ലീസ്. ആശ, എന്നെപ്പറ്റി ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ അതുപോലെ തന്നെ സത്യമാണ് എനിക്ക് നിന്നോട് ഇഷ്ടവും. ബട്ട് ഐ ആം ഹാപ്പി.